Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the Indian Constitution defended and interpreted by B.R. Ambedkar, FIUGP, VSc English, Science, Framing Values, Literary and Cultural Narratives for Science, 3rd semester, Calicut University. Essay questions ആണ്. Previous video we നമ്മൾ paragraph questions ആണ് discuss ചെയ്തത്. The Constitution is only as good as the people who are called to work it. Critically analyze this statement by Ambedkar in the context of India's democratic future and his concerns about constitutional morality. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് ഫ്യൂച്ചർ ആ ഒരു കോണ്ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതുപോലെ അംബേദ്കറുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ആ ഒരു കൺസേൺസ്, അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് കാര്യമില്ല, അതെങ്ങനെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ ലീഡേഴ്സ് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Dr. B.R. Ambedkar, a distinguished jurist, economist and social reformer, played a vital role as the principal of architect of the Constitution. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റാണ് B.R. അംബേദ്കർ. അദ്ദേഹം ഒരു ജൂറിസ്റ്റാണ്, ഇക്കണോമിസ്റ്റാണ്, സോഷ്യൽ റിഫോമറാണ്. He meant that just writing a good constitution is not enough. The success of the constitution depends on how honestly and responsibly the people, especially leaders, follow it. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥമാക്കുന്നത്, അതായത് ഒരു നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുക എന്നുള്ളതിലുള്ള കാര്യം, അതായത് ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നല്ലതാണ് എന്നുള്ളതിലുള്ള കാര്യം, ആ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ലീഡേഴ്സ്, എസ്പെഷ്യലി ലീഡേഴ്സ് എങ്ങനെയാണ് അതിനെ ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. If the people who run the government are selfish, corrupt or careless, even the best കോൺസ്റ്റിറ്റ്യൂഷൻ cannot help the country. ഒരു നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു ഗുഡ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ അവിടെയുള്ള ഗവൺമെൻറ് വളരെയധികം സെൽഫിഷാണ്, അതുപോലെ കറപ്റ്റാണ്, അഴിമതിയൊക്കെ ഉള്ള, സ്വന്തമായിട്ട് നേട്ടം ലക്ഷ്യം വെക്കുന്ന ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഒരു ഗുഡ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും ആ രാജ്യത്തെ ഹെൽപ്പ് ചെയ്യാൻ ആ ഒരു ഗുഡ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ സഹായിക്കില്ല. അംബേദ്കർ ഓൾസോ ടോക്ക്ഡ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വിച്ച് മീൻസ് റെസ്പെക്ടിങ് ദ വാല്യൂസ് ഓഫ് ജസ്റ്റിസ്, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി റിട്ടേൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നീട് അദ്ദേഹം ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൊറാലിറ്റീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് കൺസേൺ ആവുന്നുണ്ട്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടേൺ ചെയ്തിരിക്കുന്ന ഈക്വാലിറ്റി, ജസ്റ്റിസ്, ഫ്രാറ്റേണിറ്റി, അതിൻ്റെ വാല്യൂസിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. He warned that if leaders and citizens do not follow these values, democracy can fail. അദ്ദേഹം വാൺ ചെയ്യുന്നുണ്ട്. അതായത് ലീഡേഴ്സും ആ ഒരു രാജ്യത്തെ സിറ്റിസൺസും ഈ ഒരു വാല്യൂസ്, അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള ജസ്റ്റിസ്, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാല്യൂസ് അതിനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, അത് ഫോളോ ചെയ്യാതിരുന്നാൽ ആ ഒരു ഡെമോക്രസി തന്നെ ഫെയിലാകും. For India's democratic future to be strong, people must not only obey the law but also respect its spirit. അതായത് ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് ഫ്യൂച്ചർ, ജനാധിപത്യത്തിൻ്റെ ആ ഒരു ഭാവി എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യണം, അവർ ഈ ഒരു ഈ നിയമങ്ങളൊക്കെ പാലിച്ചതുകൊണ്ട് മാത്രം പോരാ, ഈ ഒരു സ്പിരിറ്റ്, അതായത് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു വാല്യൂസ് റെസ്പെക്റ്റ് ചെയ്യുക കൂടി വേണം. Citizens must stay alert, question wrong decisions and choose good leaders. Only then can the constitution truly work for the country. അതായത് ഓരോ സിറ്റിസൺ, അതായത് രാജ്യത്തിലെ ഓരോ പൗരനും അലേർട്ടായിരിക്കണം. അവർ ലീഡേഴ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് അലേർട്ടായിരിക്കണം. ലീഡേഴ്സിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റായത് കണ്ടാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം.
അങ്ങനെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഗുഡ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു രാജ്യത്തിന് ഹെൽപ്ഫുൾ ആകുള്ളൂ, ആ ഒരു രാജ്യത്തിന് നല്ല രീതിയിൽ ഉപകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, critically examine Ambedkar call for social democracy as the foundation of India's future. In your view, to what extent has modern India lived up to this vision? ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അംബേദ്കറുടെ ഒരു വിഷനാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഫ്യൂച്ചറിൻ്റെ, അതായത് ഇന്ത്യയുടെ ഭാവിയുടെ ഒരു ഫൗണ്ടേഷൻ, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രസി ആണ് എന്നാണ് അംബേദ്കറുടെ ഒരു വ്യൂ പോയിൻറ്റ്. ആ ഒരു വ്യൂ പോയിൻറ്റ് ഈ ഒരു മോഡേൺ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റുമോ? മോഡേൺ ഇന്ത്യ അതിന് എത്രത്തോളം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അംബേദ്കർ ബിലീവ് ദാറ്റ് ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി അബൌട്ട് വോട്ടിംഗ് ആൻഡ് ഹാവിങ് ഇലക്ഷൻസ്. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വോട്ടിംഗ് റൈറ്റ്സ് അല്ല. അതായത് ജനങ്ങൾക്ക് അവരുടെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം മാത്രമല്ല. ഈ സൈഡ് റിയൽ ഡെമോക്രസി ഓൾസോ മീൻസ് സോഷ്യൽ ഡെമോക്രസി വേർ എവറി വൺ ഈസ് ട്രീറ്റഡ് ഈക്വലി ആൻഡ് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ ഓർ വെൽത്ത്. അദ്ദേഹം പറയുന്നത് ഒരു ഇന്ത്യയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രസിയാണ്. അതാണ് റിയൽ ഡെമോക്രസി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്യണം. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനവും പാടില്ല. ജാതിയുടെ പേരിലോ റിലീജിയൻ്റെ, മതത്തിൻ്റെ പേരിലോ വെൽത്തിൻ്റെ പേരിലോ ഒന്നും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, പക്ഷേ ഈ ഈക്വാലിറ്റി ഇല്ല. അതായത് ഇപ്പോഴും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. സോഷ്യൽ ഡെമോക്രസി മീൻസ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഇൻ ഡെയിലി ലൈഫ്. സോഷ്യൽ ഡെമോക്രസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റിസ്, നീതി, ഇക്വാലിറ്റി, തുല്യത, സമത്വം, ഫ്രറ്റേണിറ്റി, സഹോദര്യം ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതൊക്കെ ലഭ്യമാകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രാവർത്തികമാകുക എന്നുള്ളതാണ്. Ambedkar warned that if India only has political democracy but not social democracy, the country's future will be weak. അംബേദ്കർ വാൺ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ. ഇന്ത്യയിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമേ ഉള്ളൂ. അതായത് ജനങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, അവിടെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്തില്ല, അവിടെ സോഷ്യൽ ഡെമോക്രസി ഇല്ല, അവിടെ നീതിയില്ല, അവിടെ ജസ്റ്റിസ് ഇല്ല, അവിടെ ഈക്വാലിറ്റി ഇല്ല, അവിടെ ഫ്രറ്റേണിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. In modern India, some progress has been made. People from all castes can vote. There are laws against untouchability and education is open to all. ഇന്നത്തെ കാലത്ത് ഈ ഒരു മോഡേൺ ഇന്ത്യയിൽ, ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ കുറേ പ്രോഗ്രസ് വന്നിട്ടുണ്ട്, പുരോഗതി വന്നിട്ടുണ്ട്. അതായത് എല്ലാ ജാതിയിലുള്ള ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മക്ക് എതിരായിട്ടുള്ള നിയമങ്ങളുണ്ട്. എല്ലാവർക്കും എഡ്യൂക്കേഷൻ അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ ദർ ആർ പ്രോബ്ലംസ് ലൈക്ക് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി. പക്ഷേ ഇന്നും ചില പ്രോബ്ലംസ് ഇന്നും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ് അതിലുള്ളത്. ജാതിയുടെ പേരിൽ വിവേചനം നടത്തുക, പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി, അസമത്വം, ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. സോ ഇന്ത്യ ഹാസ് ടേക്കൺ സ്റ്റെപ്സ് ടുവേർഡ്സ് അംബേദ്കർസ് വിഷൻ. ദർ ഇസ് സ്റ്റിൽ എ ലോങ് വേ ടു ഗോ ടു അച്ചീവ് ഫുൾ സോഷ്യൽ ഡെമോക്രസി. അപ്പോൾ അംബേദ്കറുടെ വിഷനായിട്ടുള്ള ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രസി ആണ് എന്നുള്ള ആ ഒരു അംബേദ്കറുടെ വിഷനിലെത്താൻ ഇനിയും ഇന്ത്യ കുറച്ചും കൂടെ മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്, കുറച്ചും കൂടെ ദൂരം പോകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ.